അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമേറിയ പുണ്യമേറിയ ഒരു വിജ്ഞാനമാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിച്ചു പ്രാവർത്തികമാക്കുന്നതിലൂടെ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം എളുപ്പമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാകണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു അൽ ഹമീദ് ആണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹമീദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സ്തുത്യർഹനാണ് എന്നതാണ്. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനിൽ ഏറ്റവും മഹോന്നനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തൊരുപാട് ആളുകൾ സ്തുതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായ സ്തുതി, സർവസ്തുതിയും അത് റബ്ബിനു മാത്രമാണ്. അവനാണ് അൽ ഹമീദ് എന്നുള്ളവൻ. സർവസ്തുതിക്കും അർഹനായിട്ടുള്ളവനാണ് അൽ ഹമീദ് ആയ അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവർത്തി വന്ന ഒരു നാമമാണ് അൽ ഹമീദ് എന്ന നാമം. പക്ഷേ അത് പറയുമ്പോഴൊക്കെയും അതിന് തൊട്ടു മുമ്പായി കൊണ്ട് മറ്റു ചില നാമങ്ങളെ കൂടി ചേർത്ത് പറയുന്നുണ്ട്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അൽ ഗനിയുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ അസീസുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ വലിയുൽ ഹമീദ് എന്നിങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ ചേർത്തു പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ലോകത്ത് സ്തുതിക്കപ്പെടുന്നവർ പല രൂപത്തിലാണ്. സമ്പത്ത് കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അധികാരങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ അവരുടെ തറവാടിത്തം കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരാൾക്ക് പൂർണ്ണമായും എന്നെന്നും നിലനിൽക്കുന്ന ഒരു സ്തുതിയല്ല. ഇനി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇകഴ്ത്തപ്പെടുന്ന ആളുകളും സമുദായത്തിലും ലോകത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അങ്ങേയറ്റം സമ്പന്നുടയവനാണ്. ആ സമ്പത്തുടയവൻ നമുക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹം നൽകുന്ന അനുഗ്രഹദാതാവിനാണ് സർവസ്തുതിയും സമർപ്പിക്കേണ്ടത്. നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഒന്നുകിൽ ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക്സ് എന്ന് പറയും, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ ജസാക്കുമുല്ലാ ഖൈർ എന്ന് പറയും. ഒരു നന്ദി സൂചകം, ഒരു സ്തുതി അവനെ കീർത്തിക്കും, അല്ലെങ്കിൽ മറ്റു സദസ്സുകളിൽ അവനെക്കുറിച്ച് പറയപ്പെടും. എന്നാൽ ജീവിതത്തിൻ്റെ ജീവനിടിപ്പ് ആരംഭിക്കുന്നതിനു മുമ്പ് മുതൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്ത് സംവിധാനിച്ച് നമ്മുടെ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും കാഴ്ചപ്പാടും നമുക്ക് നൽകി അതിനനുസരിച്ചുള്ള ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ സംവിധാനിച്ചു വച്ച് എന്നിട്ട് നമ്മെ പടച്ച റബ്ബിനെ, ആ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരുത്തനല്ലേ യഥാർത്ഥത്തിൽ സ്തുതിക്കാൻ അർഹനായിട്ടുള്ളവൻ? നിസ്സാരമായ ചെറിയൊരു ഉപകാരം ചെയ്തവനോട് പോലും നമുക്കൊരു കാരുണ്യവും ഒരു സ്നേഹവും അവനോടൊരു ബന്ധവും നമുക്കുണ്ടാവുമെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാനുണ്ട്. നമുക്ക് സർവ്വതും സമർപ്പിക്കേണ്ടതുണ്ട്. സ്തുതി മുഴുവൻ ആ ഹമീദായ അള്ളാഹുവിന് മാത്രമാണ്. ഇതിവിടെ അള്ളാഹു മറ്റു നാമങ്ങളോട് ചേർത്തു പറയാൻ കാരണം എന്താണ്? അള്ളാഹു ഗനിയാണ്, ഹമീദുമാണ്. അള്ളാഹു ഹക്കീമാണ്, ഹമീദുമാണ്. അള്ളാഹു അസീസാണ്, ഹമീദാണ്. അള്ളാഹു അലീമാണ്, ഹമീദാണ്. അള്ളാഹു വലിയാണ്, അതുപോലെ തന്നെ ഹമീദുമാണ്. എന്തുകൊണ്ട് ഈ നാമങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹു ഹമീദിനോട് ചേർത്തു പറഞ്ഞു? കാരണം ദുനിയാവിൽ ഗനിയുണ്ട്, സമ്പത്ത് ധാരാളമായവരുണ്ട്. ആ സമ്പത്ത് കൊണ്ട് ഒരു പക്ഷേ നിന്ദ്യരായിക്കൊണ്ട് പോയവർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട്
ആ സമ്പത്ത് കൊണ്ട് ഉപകരിച്ചവരും ഉപകരിക്കാതെ പോയവരും ഈ ലോകത്ത് കഴിഞ്ഞു പോകുമ്പോൾ ഉപകരിച്ചവർ ഒരുപക്ഷെ ഒരു നിശ്ചിത കാലത്ത് അവരെ വാഴ്ത്തപ്പെട്ടേക്കാം, സ്തുതിക്കപ്പെട്ടേക്കാം. എന്നാൽ ഏറ്റവും പരിപൂർണവും ഏറ്റവും ഉന്നതിയായതും പൂർണ്ണമായ സർവ്വതുമായ സ്തുതി അത് അള്ളാഹുവിന് മാത്രമാണ്. അവനാണ് അൽ ഹമീദ്. അതാണ് നമുക്ക് ഈ നാമത്തിൻ്റെ അർത്ഥമായി കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹക്കീം. ലോകത്തൊരുപാട് തത്വജ്ഞാനമുള്ള ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെയും അവരുടെ തത്വജ്ഞാനങ്ങൾ കൊണ്ട് ഇകഴ്ത്തപ്പെട്ടിട്ടുമുണ്ട്, ചിലപ്പോൾ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ചിലതൊക്കെയും അവരുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. അള്ളാഹു ആകട്ടെ മരിക്കാത്തവനാണ്, ഹയ്യുൻ ലാ യമൂത്ത്. അവൻ തത്വജ്ഞാനിയാണ്, അവൻ എന്നും സ്തുതിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയാണ്, ഹമീദാണ്. ഈ ലോകത്ത് ചില സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ അധികാരമുള്ളവരുണ്ട്, രക്ഷാധികാരിയായി നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെയും ശാശ്വതമായതല്ല, നിസ്സാരമായ ചുരുങ്ങിയ കാലയളവിൽ മാത്രമുള്ള ചില അധികാരങ്ങളും ചില മേൽക്കോയ്മകളും മാത്രമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹമീദ് എന്ന് പറയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഗനിയായ അള്ളാഹുവിന് സർവസ്തുതിയും. എല്ലാ നിലയ്ക്കും കീഴ്പ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും രക്ഷാധികാരിയായി അധികാരിയായി നിലകൊള്ളുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, എല്ലാ തത്വജ്ഞാനങ്ങളും നമുക്ക് അവതരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഹമീദ് എന്ന് പറയുമ്പോൾ ശരിക്ക് സ്തുതിക്കപ്പെടുന്നവൻ, അതാണ് ശരിക്കുള്ള അർത്ഥം. എന്നാൽ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തുത്യർഹമായ സ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. നമ്മൾ ബാങ്കിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുമ്പോൾ മഖാമ മഹ്മൂദ്, സ്തുത്യർഹമായ ഒരു സ്ഥാനം, ഒരു സ്ഥലം, അതേതാണ്? നാളെ മഹ്ശറയിൽ എല്ലാവരെയും വിചാരണയ്ക്ക് വിളിക്കും. ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിയർപ്പിൽ മുങ്ങി നിൽക്കും. അങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാവർക്കും അത് അസഹനീയമാകുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും അവരുടെ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിനോടൊന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരോടും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഇങ്ങനെ ചോദിച്ച് അവരെല്ലാം അവർ ജീവിതത്തിൽ ഈ ലോകത്ത് ചെയ്ത ചില സ്ഖലിതങ്ങൾ കാരണം റബ്ബിനോട് ചോദിക്കാൻ മടി കാണിച്ച് നിൽക്കുകയും അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോൾ ആ പ്രവാചകൻ അവിടെ ആ ഷഫാഅത്തിന് വേണ്ടി ഈ ലോകത്ത് അള്ളാഹു നൽകിയ ഒരു അവസരത്തെ പരലോകത്തേക്ക് വേണ്ടി ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ച പ്രവാചകൻ അന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സുജൂദിലായിക്കൊണ്ട്, ദീർഘനേരം സുജൂദിലായിക്കൊണ്ട് ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫ അഹ്മദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ അങ്ങേയറ്റം ഹംദ് ചെയ്തു, ബി തഹ്മീദിൻ, ഏറ്റവും നല്ല ഒരു ഹംദ്. ഏത് എങ്ങനെയുള്ളതാണ്? യുഅല്ലിമുനി, എനിക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഹംദ് കൊണ്ട് റബ്ബിനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ടാണ് ആ ദീർഘനേരം സുജൂദിൽ കിടന്നത്. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി റസൂലുള്ളാഹി പറയാണ്, ലം യഹ്മദുഹു ബിഹാ അഹദുൻ ഖബ്ലി വലാ യഹ്മദുഹു ബിഹാ അഹദുൻ ബഅദി. എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹംദ് മറ്റൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ശേഷം ഇനി ആരും അങ്ങനെയുള്ള ഒരു ഹംദ് പറയാനും പോകുന്നില്ല. അങ്ങനെയുള്ള ഹംദ് പറയുന്ന ഒരു വേള, ഒരു സദസ്സ്, അതാണ് മഖാമ മഹ്മൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഹംദിനുടയവനാണ്. അതുകൊണ്ടാണ് അൽ ഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്, മനസ്സിലാക്കി നൽകുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായിക്കൊണ്ട് ഈ നാമത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ റബ്ബിന് സ്തുതി അർപ്പിക്കാൻ വേണ്ടി നമുക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിലാകട്ടെ, നിസ്കാരത്തിന് പുറമെയാകട്ടെ, നിസ്കാരത്തിന് മുന്നോടിയാകട്ടെ,
അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം, ഉറക്കം എഴുന്നേൽക്കുന്നതു മുതൽ ഉറക്കത്തിലേക്ക് മടങ്ങുന്നതുവരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആലയെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഹംദ് പറയുവാനും നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക സമയങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, എണ്ണങ്ങൾ എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ഹംദിനുടയവനാണ്. ഹംദിനർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. പൂർണ്ണമായും സർവസ്തുതിയും അത് അള്ളാഹുവിനു മാത്രമാണ്. പണ്ഡിതന്മാർ നമുക്ക് ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തന്നത് ഹുവൽ മുസ്തഹിഖു ലി അൻ യുഹ്മദ, അള്ളാഹുവാണ് ഹംദിന് ഉടയവൻ, അതിന് അവകാശമുള്ളവൻ അവൻ മാത്രമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, കാരണം അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സംവിധാനിച്ചത്, നമുക്ക് വേണ്ട ഉപജീവനങ്ങൾ ഏർപ്പെടുത്തിയത്, ആകാശവും ഭൂമിയും ഒക്കെ ഈ രൂപത്തിൽ തർത്തീബാക്കിയിട്ടുള്ളത് അത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള ഒരുവനെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ സ്തുതിയർപ്പിക്കേണ്ടത്? നിസ്സാരമായ ഒരു സഹായം ചെയ്യുമ്പോഴേക്ക് നമ്മൾ ആ വ്യക്തിയോട് തിരിച്ച് നന്ദി പ്രകടനം കാണിക്കുമ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്ന, ഇനിയും തരാൻ ഉദ്ദേശിക്കുന്ന റബ്ബിനെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഹംദ് പറയേണ്ടത്? ആ ഹംദ് നമ്മൾ സദാ അവന് വർഷിക്കേണ്ടതുണ്ട്. അവൻ ഹംദിനുടയവനാണ്. നമ്മൾ ആരും അള്ളാഹുവിനെ ഹംദ് നടത്തിയിട്ടില്ലെങ്കിലും സ്തുതിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ പദവിക്ക് ഒന്നും കുറയാൻ പോകുന്നില്ല. നമ്മൾ എന്തിനാണ് അള്ളാഹുവിന് ഹംദ് നൽകുന്നത്? അനുഗ്രഹങ്ങൾ നമുക്കിനിയും വർഷിക്കാനാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിത്യവും ഹംദുമായി ബന്ധപ്പെട്ട് തിരുവചനങ്ങളിലും വിശുദ്ധ ഖുർആനിലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞ ചില വേളകളുണ്ട്. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഭക്ഷണം തന്ന റബ്ബിന് നന്ദി കാണിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ, പിന്നെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ, പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബത്തലാക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഹംദാണ് മുന്തി നിൽക്കുന്നത്. മാത്രമല്ല, നിസ്കാരത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് വുദൂഇന് ശേഷവും ബാങ്കിന് ശേഷവും ഒക്കെയുള്ള പ്രാർത്ഥനകളൊന്ന് പരിശോധിക്കുക. നിസ്കാരത്തിൽ തന്നെയും റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെ അവിടെയും ഹംദിനെ കുറിച്ച് പറയുന്നു. നിസ്കാരശേഷം അൽഹംദുലില്ലാ 33 പ്രാവശ്യം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇനി ഹംദിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ മാത്രം എത്ര ശ്രേഷ്ഠതയാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ 4 വചനങ്ങളാണ് എന്നാണ് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ 4 വചനങ്ങളെ എടുത്തു വച്ചിട്ട് പോലും പണ്ഡിതന്മാർ പറഞ്ഞത് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹുമൊക്കെ അതിനൊക്കെയും 10ഉം 20ഉം കൂലിയൊക്കെ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ കൂലിയാണ് ഹംദിന് ലഭിക്കുക എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും 20 നന്മയാണ്. എന്നാൽ അൽഹംദുലില്ലയ്ക്ക് 30 നന്മയെന്ന് പ്രത്യേകം പഠിപ്പിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു ഹംദിനുടയവനാണ്. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലദ് ദുലുമാതി വന്നൂർ അല്ലാഹു പറഞ്ഞില്ലേ. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ തുടങ്ങിയത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദ് സർവസ്തുതിയും റബ്ബിനാണ്. അങ്ങനെയുള്ള റബ്ബ് എല്ലാ നിലക്കും സ്തുതിക്കർഹനാണ് എന്നതാണ് അൽ ഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയം നമുക്കറിയാം, നീതിയോടുകൂടി വിധി തീർപ്പാക്കിയതിന് ശേഷം വഖുദിയ ബൈനഹും ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു തആല ന്യായത്തോടുകൂടി
കൃത്യമായി ആരോടും അനീതി കാണിക്കാതെ വിധി തീർപ്പാക്കിയതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പറയുന്ന വചനമാണ് വഖീലൽ ഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്നാണ് ആദ്യം പറയുന്നത്. സർവസ്തുതിയും റബ്ബിനാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മ നേടിത്തരുന്ന ഏറ്റവും മഹത്തരമായ വചനമാണ് യഥാർത്ഥത്തിൽ അൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകളേകും, നന്മകൾ വർഷിക്കും. മാത്രമല്ല ഇനിയും നമുക്ക് ഹംദിൻ്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ, ഈ അൽ ഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും റബ്ബിനെ അധികമായിക്കൊണ്ട് സ്തുതിക്കണം എന്നുള്ളത്. കാരണം ഓരോ സെക്കൻഡിലും എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദാ അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഏറ്റവും മഹനീയമായ അൽ ഹംദ് എന്നത്. നമുക്ക് ഹദീസുകളിൽ കാണാം അൽഹംദുലില്ലാ എന്നത് തംല ഉൽ മീസാൻ, വിചാരണയുടെ ആ ഒരു തുലാസ് അതിൽ കനം തൂങ്ങുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്നത് അതും മീസാനിനെ നിറയ്ക്കുകയും അത് ആകാശഭൂമികളോളം വലിപ്പമുണ്ടാവുകയും ചെയ്യുമെന്നാണ്. അത്ര കണ്ട് ഭാരമുള്ള ഒരു വലിയ ഭാരം മീസാനിൽ നിറയുമെന്നാണ്. അതുകൊണ്ട് ഹംദ് എന്നത് നിസാരമല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ഈ പ്രാർത്ഥന, സ്വർഗത്തിലൊരു ഈത്തപ്പന നട്ടാൽ അത് നമുക്ക് കായ്ഫലങ്ങൾ നൽകിക്കൊണ്ടിരുന്നാൽ എത്ര നന്മയായിരിക്കും. ദുനിയാവിലൊരു കൃഷി ചെയ്താൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കോ വേണ്ടി മാത്രം അത് നമുക്ക് ഉപകാരം തന്നേക്കാം. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ കൃഷി ഈ ദുനിയാവിൽ വെച്ച് തന്നെ വിത്തിട്ട് അതിനെ മുളപ്പിച്ച് നടാൻ, അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അത് ഈ ഹംദ് കൊണ്ട് നമുക്ക് സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി, ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയാൽ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ ഹത്തല്ലാഹു അൻഹു ദുനൂബഹു, അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു മായ്ച്ചു കൊടുക്കും. അവിടെ നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വ ഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, കടലിൻ്റെ നുരയോളം പതയോളം അത്ര കണ്ട് തിന്മകൾ ചെറുപാപങ്ങൾ അവനിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും അത്രയും തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കാൻ അള്ളാഹു തയ്യാറാണ്. അതാണ് ഹംദിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് ഈ അൽ ഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവനാണ് ഹംദിനുടയവൻ. സ്തുതിക്ക് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. അതുപോലെ തന്നെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ, അവിടെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. അതോടൊപ്പം അവന് സ്തുതി അർപ്പിക്കുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും വലിയ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, ഹംദ് കൂടുതലായി ചൊല്ലാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.